ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഓരോ മലയാളിക്കും ശിരകളിലൂടെ ഒരു വല്ലാത്ത തരിപ്പ് തന്നെ വരും. വേറെയൊന്നുമല്ല, ഏറ്റവും അർഹമായ കൈകളിലേക്ക് ഏറ്റവും വിദൂരതയിൽ ലഭിച്ച അവാർഡ് എന്ന് തന്നെയാണ് ഇതിന് പറയാനുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. രാഷ്ട്രീയം എന്നുള്ളത്, രാഷ്ട്രീയം ഇന്ന് പറയുന്ന കള്ളത്തരങ്ങളല്ല എന്നുള്ളതും എടുത്തു പറയുക. നീണ്ട 30 വർഷങ്ങൾക്ക് മുകളിലായി മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കാതായിട്ട്, അല്ലെങ്കിൽ ലഭിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എന്ന് തന്നെ പറയാം. 88-ൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചതിന് ശേഷം ഇതുവരെ പത്മഭൂഷൺ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് പലവട്ടം കൊടുത്തിട്ടുണ്ടെങ്കിലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയുന്നവർ ഇതിനു മുമ്പുള്ള സർക്കാർ എന്ത് ചെയ്യുകയാണെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് ശക്തമായിട്ട് തന്നെ ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു പ്രതിഭ അത് ഏത് രാഷ്ട്രീയമോ എന്ത് തന്നെയാണേലും ഒരു കാര്യം നമുക്കിവിടെ പറയാൻ കഴിയുന്നു. ഇവിടെ കല എന്ന ആ ഒരു രാഷ്ട്രീയത്തിന് വേറെ ഒന്നും തന്നെയില്ല. മമ്മൂട്ടി എന്ന ആ ഒരു വ്യക്തിക്ക് തന്നെയാണ് ഏറ്റവും അർഹൻ. ഇന്ന് മോഹൻലാൽ ഫാൻസ് അടക്കം, അതായത് നല്ല മോഹൻലാൽ ഫാൻസ്, വെറും ഈ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകളോ ഒന്നുമല്ല, അല്ലാത്ത മോഹൻലാൽ ഫാൻസും ടോക്സിക് അല്ലാത്ത മമ്മൂട്ടി ഫാൻസും അതിൽ അവരെ മാത്രം മാറ്റി നിർത്തിയിട്ട് പറയുന്നു. നല്ല ഫാൻസുകാർ ഒരുപാട് നാളുകളായി ചോദിക്കുകയാണ്. തമാശയ്ക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ കളിയാക്കുമെങ്കിലും അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് അങ്ങനെയുള്ള ആളുകളെ നമുക്കറിയാവുന്നതാണ്. അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് പലർക്കും ജീവിതത്തിൽ വരാവുന്ന ഒരവസ്ഥ തന്നെയാണ്. തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വീടുകളിലോ പോലും നമുക്ക് അറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി കാര്യങ്ങളിലേക്ക് എത്തിയാലും നമ്മളെ തഴഞ്ഞ് മാറ്റിപ്പെടുന്ന ചിലർക്ക് വളരെ വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. അത് ഓരോ വ്യക്തിയുടെയും യോഗം അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രേ തന്നെ ഇതിനെ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം ഏറ്റവും അർഹമായ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ഏകദേശം 10-25 വർഷമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കാനായിട്ടുള്ളത്. മോഹൻലാൽ നമുക്കറിയാം ഏറ്റവും അർഹനായ വ്യക്തി തന്നെയായിരുന്നു, അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അത് അവനോടൊപ്പം തന്നെ മമ്മൂട്ടിക്കും ലഭിക്കേണ്ടതാണ്. കാരണം ഇതിലെന്താണ് കുറവ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ആ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം, എന്തൊക്കെയോ കൊണ്ട്. അതായത് ഏറ്റവും എടുത്ത് പറയേണ്ടത്, ദേശീയ ലെവലിലൊന്നും പോകേണ്ട, കേരളത്തിൽ തന്നെ അങ്ങനെ ഉള്ള ആളുകൾ മമ്മൂട്ടിക്കെതിരെ ഉള്ളപ്പോൾ പിന്നെന്തിന് ദേശീയ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെന്നുള്ളതാണ്. ഇവിടുന്ന് പല നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെയുള്ള മലയാളികൾ തഴഞ്ഞതാണ് എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. പല അവാർഡുകൾ കൊടുത്തപ്പോഴും മലയാളിയുടെ നാവിൽ നിന്ന് ഇന്ന് യൂട്യൂബിൽ നമ്മൾ കാണാറുണ്ട്, അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഭാര മലയാളിക്ക് മലയാളി തന്നെയായിരുന്നു, അല്ലാതെ ഹിന്ദിക്കാരോ പഞ്ചാബുകാരോ ഡൽഹിക്കാരോ തമിഴ്നാട്ടുകാരോ ആരുമായിരുന്നില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവ് കൂടിയാണ്. എന്താണേലും ഇങ്ങനെ ഒരു അവാർഡ്, അതായത് പത്മഭൂഷൺ എന്നുള്ള ആ ഒരു അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമ്പോൾ അത് തീർച്ചയായും അർഹമാണ്. എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ന് ശ്രീ മമ്മൂട്ടി സംസ്ഥാന അവാർഡ് നേടുകയാണ്. വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടെ നാളെ ദേശീയ ലെവലിൽ ഇങ്ങനെ ഒരു അവാർഡ് കൂടെ ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുകളിൽ പത്മവിഭൂഷണും അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും എന്തൊക്കെ അവാർഡുകളുണ്ടോ അതെല്ലാം ലഭിക്കാൻ അർഹനാണെന്നുള്ളത് ഓരോ വ്യക്തിക്കും, മലയാളിക്കല്ല ഓരോ വ്യക്തിക്കും അറിയാം. കാരണം ഒരു മേഖലയിൽ അത്രത്തോളം അർപ്പണത്തിനോടെ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അത്ര മികച്ച രീതിയിൽ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അത് ലഭിക്കേണ്ടത് തന്നെയാണ്. ഈ പറയുന്ന പോലെ തന്നെ പലർക്കും അങ്ങനെ അകറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്, നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമ്മൾക്ക് പലർക്കും അനുഭവിച്ചിട്ടുള്ളതുമായിരിക്കാം. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വേദനയും നിരാശയുമൊക്കെ അറിയാം. ഇവിടെ തളരാതെ പതറാതെ മുന്നോട്ട് സിനിമയുമായി മമ്മൂട്ടി പോകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിക്കുന്ന, ഏറ്റവും മികച്ച സിനിമകളുമായി പോകുന്ന, ഏറ്റവും മികച്ച നടനായി പോകുന്ന ഈ ഒരു മമ്മൂട്ടി ഇനിയും മറ്റു പല അവാർഡുകൾക്കും അർഹനാണ്. ഇക്കുറി ദേശീയ അവാർഡും 100 അല്ല 100-ൽ 101% ലഭിക്കാൻ അർഹനാണ്. വരുന്ന വർഷത്തിലും അത് തന്നെയാണ്, ഇനി വരാൻ പോകുന്ന വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്താണേലും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ എന്നുള്ളത് താമസിച്ചാണെങ്കിലും അത് ലഭിച്ചതിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്.